വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിദ്യാ നഴ്സ് വിളിച്ച് കാര്യങ്ങളൊക്കെ സുസ്മിതയോട് പറയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടല്ലാതെ അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാനായിട്ട് സാധിക്കില്ലല്ലോ, വ്യക്തമായ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ അവൾ പുലിയുടെ വായിലോട്ട് തല വെച്ച് കൊടുക്കില്ലല്ലോ എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ എന്തോ പ്ലാനുണ്ട് അവൾക്ക്, അല്ലെങ്കിൽ അവളുടെ പിന്നിൽ നിൽക്കുന്നവർക്കുണ്ട്. അത് പൊളിക്കാനായിട്ട് ഞാനൊരു ശ്രമം നടത്തിയതാണ്, പക്ഷേ അത് ചീറ്റിപ്പോയി എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടത്തേക്ക് വരാം, നീ അവിടെ കാണുമല്ലോ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഇറങ്ങാൻ പോവുകയാണ്, പിന്നെ രാവിലെ വീട്ടിലെത്തിയിട്ട് വേറൊരു കാര്യമുണ്ട്, പിന്നെ ഇവിടെ നിൽക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യത്തിനിപ്പോൾ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ സുസ്മിത തുടങ്ങുകയാണ്. അന്നേരം പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിദ്യാ നഴ്സ് പറയുകയാണ്, സുസ്മിതയ്ക്ക് ഇത് വിലപ്പെട്ട അറിവാണ് എന്നുള്ളത് എനിക്കറിയാം, അതിൻ്റെ വില എനിക്ക് ഇനി തന്നേക്കണേന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും പൈസ വേണമെന്ന് പറയുമ്പോൾ ശരി ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് സുസ്മിത അതിത്തിരി ദേഷ്യത്തോടെ പറഞ്ഞ് ഫോൺ വെച്ചിട്ട് സുസ്മിത വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതേസമയം വിഷ്ണു ശാരദാമ്മയെ ശാലിനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. തുടർന്ന് വിഷ്ണു ഇറങ്ങിയ ശേഷം അവരോട് ഹോസ്പിറ്റലിലെത്തി ഇറങ്ങാൻ പറയുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് അടുത്തേക്ക് ജീപ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്തോറും ശാലിനി വെപ്രാളപ്പെടുകയാണ്. ഇവിടെ എങ്ങനെയമ്മേ നമ്മൾ ഇന്ന് ഇറങ്ങുക, വിഷ്ണുവേട്ടൻ വന്നാൽ പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞ് ഷാളൊന്നും കൂടി മുഖത്തേക്ക് മറയ്ക്കുകയാണ്. തുടർന്ന് വിഷ്ണു അതെ എന്ന് പറഞ്ഞ് വാതിൽക്ക് അടുത്തേക്ക് ഇറങ്ങുന്നില്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തുറക്കാനായിട്ട് വരുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കറണ്ട് അങ്ങ് പോവുകയാണ്. തുടർന്ന് അയ്യോ കറണ്ട് പോയല്ലോ, ഇതെന്താ സംഭവിച്ചത്, ഞാനേ ആ ജനറേറ്റർ ഓണാക്കുന്ന അയാളെ തപ്പി ഒന്ന് പോയിട്ട് വരാം, നിങ്ങളിവിടെ ഇരിക്ക് സൂക്ഷിച്ചോളണേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ജനറേറ്ററിന് അടുത്തേക്ക് പോവുകയാണ്. അതേസമയം ശാലിനി പറയുകയാണ്, അമ്മേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, അകത്തേക്ക് പോവാന്ന് പറയുമ്പോൾ ഈ ഇരുട്ടത്ത് എങ്ങനെയാടി എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ഈ ഇരുട്ടാണ് ഇപ്പോൾ നമുക്ക് വെളിച്ചം, ഈ ഇരുട്ട് മാറി വെളിച്ചം വന്നാൽ നമ്മുടെയൊക്കെ ജീവൻ ഇരുട്ടിലായി പോവും, അമ്മ ഇറങ്ങുക, ഞാൻ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധപൂർവ്വം ശാരദാമ്മയോട് പറയുമ്പോൾ ശാരദാമ്മ ആദ്യം ഇറങ്ങുന്നുണ്ട്, പിന്നെ ശാലിനിയെ പതുക്കെ പിടിച്ചിറക്കിയിട്ട് അവരങ്ങ് അകത്തേക്ക് കയറുകയാണ്. അതേസമയം വിഷ്ണു അവിടെ പോയിരിക്കുകയാണല്ലോ. ശ്യാമയാണെങ്കിൽ അകത്ത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടെൻഷനിലാണ്. വെളിയിൽ രോഹിത്തും പിന്നെ സത്യഭാമ ഇരിക്കുകയാണ്. ഒരു കറണ്ടിനും ജനറേറ്ററിനും ഒക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ധന്യ ഡോക്ടർ ശാലിനിയും ശാരദാമ്മയും കാണുന്നുണ്ട്, അവരെ അകത്തേക്ക് കയറ്റുകയാണ്. ആ സത്യഭാമയും രോഹിത്തും കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ എതിർവശത്ത് കൂടി ധന്യ ഡോക്ടർ മറഞ്ഞു നിന്ന് ഇവരെ റൂമിനകത്ത് ലേബർ റൂമിനകത്തേക്കും കയറ്റുകയാണ്. ഒന്നല്ലാതെ സത്യഭാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ പോയതുപോലെ തോന്നുകയാണ്. തുടർന്ന് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, രോഹിത് ഇപ്പോൾ അതിലെ ആരെങ്കിലും പോയെന്നോ? അന്നേരം ഞാൻ കണ്ടില്ല സത്യഭാമ, ഇരുട്ടല്ലായിരുന്നോ എന്നിങ്ങനെ പെട്ടെന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ കാണുന്നില്ല അവർ പോയത്. തുടർന്ന് അങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും കറണ്ട് അങ്ങ് വരികയാണ്. ശ്യാമയ്ക്കും അങ്ങ് സന്തോഷമാവുന്നുണ്ട്. കറണ്ട് ഇങ്ങനെ വരുമ്പോൾ സത്യഭാമയും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ശാലിനിയെ അവിടെ അഡ്മിറ്റ് ചെയ്തു, ഡ്രസ്സൊക്കെ മാറി ഓപ്പറേഷനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ശാലിനി വേദന കൊണ്ട് പുളയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതേസമയം വിഷ്ണു ജീപ്പിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഇറങ്ങുക എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് വിഷ്ണു ചുറ്റുമൊക്കെ നോക്കുകയാണ്. ചിലപ്പോൾ അഡ്മിറ്റ് ആയി കാണും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അന്വേഷിച്ച് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് അവിടെ എവിടെ നോക്കുമ്പോൾ അവരെയൊന്നും കാണുന്നില്ല. തുടർന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് സത്യഭാമയും രോഹിത്തും കൂടി അവിടെ ഇരിക്കുന്ന കാണുന്നത്. അന്നേരം അമ്മയെന്നും പറഞ്ഞ് അടുത്ത് ചെന്നിട്ട് അല്ല നിങ്ങളെന്താ ഇവിടെയും ചോദിക്കുകയാണ്. അന്നേരം ശ്യാമയെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണെന്ന് സത്യഭാമ പറയുമ്പോൾ ശാരദാമ്മയുടെ വീട്ടിൽ നിന്നോ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അവിടെ നിന്നും പുറപ്പെട്ടതിന് ശേഷം അമ്മയെ രോഹിത്ത് എത്തിക്കാണും, ഭാഗ്യം എന്നെ കണ്ടില്ല എന്നങ്ങ് വിഷ്ണു പറഞ്ഞ് ആശ്വസിക്കുകയാണ്. തുടർന്ന് നീ എന്താ എവിടെയും ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു അമ്മയും മകളും ഗർഭിണിയ അമ്മയും മകളും വണ്ടി കിട്ടാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു, ഞാൻ അവരെയും കൊണ്ട് വന്നതാണ്, അപ്പോഴാണ് കറണ്ട് പോയത്, ഞാൻ ജനറേറ്ററിന് അടുത്തേക്ക് പോയി കറണ്ട് വന്ന് തിരിച്ചു വന്നപ്പോൾ അവരെ കാണാനില്ല എന്ന് പറയുകയാണ്, അപ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ആയി കാണും എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് ശരിയായിരിക്കുമെന്ന് വിഷ്ണു സമ്മതിക്കുമ്പോഴും സത്യഭാമ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ആ കുഞ്ഞിന് ആ മോൾക്ക് സുഖപ്രസവം കൊടുക്കണേ, കുഞ്ഞിനും അമ്മയ്ക്കും ആപത്തൊന്നും വരുത്തല്ലേ എന്നിങ്ങനെ സത്യഭാമയും പ്രാർത്ഥിക്കുകയാണ്, ആരാണെന്നറിയാതെ. തുടർന്ന് ആകെങ്ങും വേദന കൊണ്ടങ്ങ് ശാലിനി വെപ്രാളപ്പെടുകയാണ്. തുടർന്ന് ഡോക്ടർ വരുന്നുണ്ട്, പരിശോധിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതേസമയം തുടർന്ന് ശാലിനിയുടെ വെപ്രാളവും ഒക്കെ കണ്ടിട്ട് പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയുകയാണ്, ശാരദാമ്മ ഇത് കുറച്ച് സമയമെടുക്കും, ശാരദാമ്മ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലും, അവൾ ആകെ പേടിച്ചിരിക്കുകയാണെന്ന്. അന്നേരം ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയും ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ശാരദാമ്മയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, അമ്മ ചെല്ല്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, അമ്മ അവളുടെ അടുത്തേക്ക് ചെല്ല്, ആർക്ക് സംശയമൊന്നും തോന്നണ്ട എന്നിങ്ങനെ പറയുമ്പോൾ മോള് സങ്കടപ്പെടല്ലേ, നോക്കിക്കൊണ്ടേ, അമ്മ ഇവിടെ തന്നെ ഉണ്ട്, എപ്പോഴും എത്താം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ ഡോക്ടർ ഉറപ്പ് കൊടുക്കുകയാണ്. അതേസമയം ശാലിനി അങ്ങ് വേദന കൊണ്ട് പിളയുകയാണ്. ഡോക്ടർ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ദൈവത്തിനെ ഇങ്ങനെ വിളിച്ച് നിൽക്കുമ്പോഴാണ് സത്യഭാമയും രോഹിത്തും ശാരദാമ്മയെ കാണുന്നത്. എന്നാൽ ശാരദാമ്മയെ ഇങ്ങനെ വിളിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ശ്യാമ അവിടെയല്ല ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ റൂം ചൂണ്ടി കാണിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് റൂം മനസ്സിലായില്ലേ എന്നിങ്ങനെ രോഹിത്തും ചോദിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ് ശാലിനിയുടെ കാര്യം ആലോചിച്ചിട്ട്.
അവൾക്ക് പ്രസവവേദന തുടങ്ങിയിട്ടില്ല, ശാരദാമ്മ കയറി കണ്ടോളൂ എന്ന് സത്യഭാമ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ദയനീയമായിട്ട് വിഷ്ണുവിനെ നോക്കുകയാണ്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ ചിരിച്ച് കൂളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ശ്യാമയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്യാമ അങ്ങ് ചാടി, അത്രയും നേരം ടെൻഷനായിരുന്നു ശ്യാമയ്ക്ക്. ശാരദാമ്മയെ കാണുമ്പോൾ ആശ്വാസമാവുകയാണ്. അമ്മ കുഞ്ഞേച്ചി എവിടെ, ഹോസ്പിറ്റലിൽ എത്തിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എത്തിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ഏത് ഹോസ്പിറ്റലിലാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തന്നെടി എന്ന് പറയുന്നുണ്ട്. അന്നേരം ആരും കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദൈവം കാത്തു, ആരും കണ്ടില്ല, അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറയുകയാണ്. അന്നേരം എങ്ങനെയാ അമ്മേ എന്നൊക്കെ ചോദിച്ച് ശ്യാമ ആദ്യം വിഷമിക്കുന്നുണ്ട്. അന്നേരം എനിക്കൊന്നും അറിയില്ല എന്ന് ശാരദാമ്മയും പറയുകയാണ്. അമ്മ കുഞ്ഞേച്ചി അടുത്തേക്ക് ചെല്ല്, അവിടെയല്ലേ അമ്മയുടെ ആവശ്യം, ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തോളാം, അമ്മ ചെല്ല് എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് ശ്യാമ പറഞ്ഞു വിടുകയാണ്. ഇതേസമയം സുസ്മിതയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ആ ശാലിനിയുടെ റൂമിൻ്റെ അവിടെ തന്നെ സുസ്മിത എത്തുന്നുണ്ട്. അന്നേരം ഇവിടെയാണോ ശ്യാമ എന്ന് പറഞ്ഞിട്ട് സുസ്മിത എങ്ങനെ എത്തിയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ശ്യാമയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുസ്മിത അവിടെ നിൽക്കുന്ന കാണുകയാണ് ഡോറിൻ്റെ അടുത്ത്. സുസ്മിത പെട്ടെന്ന് ഇങ്ങനെ ആ ഡോർ ഇങ്ങനെ തുറക്കാനായിട്ട് വരുമ്പോൾ സുസ്മിതയെന്ന് ഇങ്ങനെ ഉറക്കെ അങ്ങ് ശാരദാമ്മ വിളിക്കുകയാണ്. അന്നേരമാണ് സുസ്മിതയെ വിഷ്ണുവും രോഹിത്തും സത്യഭാമയും കാണുന്നത്. അന്നേരം അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് സുസ്മിത അവരുടെ അടുത്തേക്ക് വരികയാണ്. സുസ്മിതയ്ക്ക് ശാലിനി അവിടെ ഉണ്ട് എന്നുള്ള ഊഹം പോലും ഇല്ലല്ലോ. തുടർന്ന് ഇവളെന്താ ഇവിടെ നിന്നിങ്ങനെ രോഹിതൻ ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് നീ എന്തിനാ ഇവിടെ വന്നത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ശ്യാമയെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു വിവരം കിട്ടി, അതറിഞ്ഞിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ രോഹിത് ദേഷ്യപ്പെടുകയാണ്. അതിന് പത്രം ഇറങ്ങിയില്ലല്ലോ, അതോ ടി വിയിലെ ഫ്ലാഷ് ന്യൂസിലുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എന്നോട് എന്തിനാണ് ഇത്രയും വൈരാഗ്യം വെച്ച് പൊറുപ്പിക്കുന്നത്, ദീനാനുകമ്പയും സഹതാപവും ഒന്നും ഇല്ലെങ്കിൽ മനുഷ്യനായി മാറുമോ, ഇതിപ്പോൾ നമ്മൾ ഡൈവോഴ്സ് കഴിഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നെന്നാണ് വിചാരം, ഞാൻ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതേസമയം ഈശ്വര കുഞ്ഞിനും പിന്നെ ശ്യാമയ്ക്കും ആപത്തൊന്നും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് സുസ്മിത അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം അവളുടെ ഒരു ഈശ്വര വിചാരം എന്നിങ്ങനെ പറഞ്ഞ് ഒരു വിഷ്ണു അങ്ങ് പുച്ഛിക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണു അങ്ങനെ പറയരുത് എന്ന് പറയുകയാണ്. തുടർന്ന് ഈശ്വര എന്നൊക്കെ വിളിച്ച് സുസ്മിത അങ്ങ് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് ഇവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതിയെന്ന്. അന്നേരം ഇപ്പോൾ കൂടി ഈശ്വരനെ വിളിച്ച് ഞാൻ എന്ത് കുഴപ്പം ഉണ്ടാക്കാനാണ് ആൻറ്റി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് രോഹിത്തിനോട് പറയുകയാണ് എന്നോട് ദേഷ്യമൊന്നും വേണ്ട, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഒരർത്ഥത്തിൽ എനിക്ക് ജനിക്കേണ്ട കുഞ്ഞാണ് ശ്യാമയുടെ വയറ്റിലുള്ളത്, ഞാനതിനെ കണ്ടിട്ടേ പോകുമെന്ന് പറയുമ്പോൾ ചേർന്നാക്കുകയാണ് രോഹിത്തൊക്കെ. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് ആളുകൾക്ക് മാറാനായിട്ട് അധിക സമയമൊന്നും വേണ്ടല്ലോ, ഇപ്പോൾ ഈശ്വര വിചാരം വേണ്ട സമയം തന്നെയാണ്, എല്ലാവർക്കും അത് വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് സത്യഭാമ ശാന്തമായിട്ട് സംസാരിക്കുകയാണ്. സുസ്മിത നല്ലതിന് വന്നു എന്ന് കരുതിയാണ് ഭാമ വിചാരിക്കുന്നത്. അന്നേരം ഇപ്പോഴും ആൻറ്റി മണ്ടി തന്നെ എന്ന് പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മയാണെങ്കിലും ആകെ ടെൻഷനിലാണ്. അവിടെ ശാലിനിക്ക് എന്തായി, ശാലിനിയുടെ കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് ശാരദാമ്മ വളരെ ടെൻഷനിലാണ്. തുടർന്ന് സുസ്മിത സത്യഭാമയോട് ചോദിക്കുകയാണ് ശ്യാമയ്ക്ക് പെയിൻ തുടങ്ങിയോന്ന്. അന്നേരം ഇല്ല, ചിലപ്പോൾ ഇന്ന് തന്നെ കാണും എന്ന് പറയുകയാണ്. തുടർന്ന് അപ്പോൾ അത് നന്നായി, ആദ്യം മുതലേ എല്ലാ കള്ളകളിയും കാണാമല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പൊളിച്ചെടുക്കുമെന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ശാരദാമ്മയോട് ശാലിനി വന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ഞാനാണ് പറഞ്ഞത് കൊണ്ടുവരണ്ടെന്ന് ഭാമ പറയുകയാണ്. അന്നേരം അതും നന്നായി, ശാലിനി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കളിയും നടക്കില്ല, ഇതിപ്പോൾ എന്തെങ്കിലും ചെറുവിരൽ പ്ലാൻ ചെയ്താലും സുസ്മിത കൈയോടെ പിടിക്കും. ശാരദാമ്മയെ നിങ്ങളുടെ പൂച്ചൊക്കെ ഇവിടെ വെളിയിലാകാൻ പോവുകയാണ്, ശ്യാമ കുഞ്ഞിനെയും കൊണ്ടുവരുന്ന എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനും രോഹിത്തിനുമാണെങ്കിൽ സുസ്മിത വന്നത് അങ്ങോട്ട് തീരെ പിടിച്ചില്ല, സത്യഭാമയോട് നിർത്തിയത് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് വാ രോഹിത്തെന്നും പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ വിളിച്ചുകൊണ്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറി സംസാരിക്കുകയാണ്. അതേസമയം സത്യഭാമയാണെങ്കിൽ ഫോണിൽ ആരെയൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ശാലിനിയുടെ റൂമിനടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് അപ്പുറത്തോട്ട് മാറി നിന്ന് ശാരദാമ്മയങ്ങ് സങ്കടപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞിനെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ രണ്ട് പാത്രമാക്കി തരണേ, എനിക്ക് അങ്ങോട്ട് വരാൻ പോലും കഴിയുന്നില്ലല്ലോ, ഞാനിവിടെ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് തൊഴുത് കരയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ഒന്നല്ലാതെ സുസ്മിത ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്ന് ശാരദാമ്മയെ കാണുന്നില്ല. ഈ ശാരദാമ്മ ഇതെവിടെ പോയി, എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കാനായിരിക്കും, ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ വീണ്ടും ആ ശാലിനിയുടെ റൂമിനടുത്തേക്ക് വന്നിട്ട് ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് റൂം ഒന്ന് തുറക്കാനായിട്ട് വരുന്നുണ്ട്. അവിടെയൊക്കെ ശാരദാമ്മയെ അന്വേഷിച്ചിട്ട്, എന്നിട്ട് റൂം തുറക്കുന്നില്ല. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശാരദാമ്മ കുറച്ചപ്പുറത്തോട്ട് മാറി എന്ന് സങ്കടപ്പെടുന്ന കാണുകയാണ്. അന്നേരം ഇവരെന്തിനാ ഇവിടെ വന്നിരുന്ന് സങ്കടപ്പെടുന്നത്, ശ്യാമയുടെ റൂം അതല്ലേ, ഇനി ഇവിടെ എന്തെങ്കിലും കള്ളത്തരമുണ്ടോ, എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ് സുസ്മിത. എന്നിട്ട് ചോദിക്കുകയാണ് ശ്യാമയുടെ റൂം ഇത് തന്നെയല്ലേ, പിന്നെ എന്തിനാണ് ശാരദാമ്മ ആ റൂമിൻ്റെ അവിടെ പോയി നിന്ന് കണ്ണീരൊഴുക്കുന്നത്, ഇനി ശാരദാമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവും രോഹിത്തും എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അതൊന്ന് ഭാമ എഴുന്നേറ്റിട്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അന്നേരം ശാരദാമ്മ അവിടെ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥനയോടെ കരഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ അവരാരും ശാലിനിയെ കാണുകയോ ശാലിനി
ശാലിനിയുടെ കുഞ്ഞിനെ കാണുകയോ ഒന്നും ചെയ്യില്ല. തന്നെ ഡോക്ടർ എങ്ങനെയോ കുഞ്ഞിനെ ഇപ്പുറത്ത് കൊണ്ടുവരും, ശ്യാമയ്ക്ക് തന്നെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് പുതിയ കഥ. സുസ്മിതയുടെ ഒരു വെൽത്തരവും നടക്കാനായിട്ട് പോകുന്നില്ല. ഇതാണ് പുതിയ വിശേഷം. ഓക്കെ, താങ്ക് യു.